തീരുമാനം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്താൽ തീർച്ച നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒന്നാമത്തെ തെറ്റ് അക്ലു റിബ, പലിശ തിന്നലാണ്. പലിശയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച ഒരു ടീമാണ് പലിശയുമായി ഇടപെടുന്നവർ. അള്ളാഹു ഒരു വിഭാഗത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാളുടെ ആഖിബത്ത് ചീത്തയാകും എന്നതുകൂടിയാണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ളയുടെ അൽ ഫതാവൽ ഹദീസിയയിൽ കാണാം. വിവിധങ്ങളായ ബിസിനസ്സുകൾ പല പേരുകളിലുമായി ചെയിനും ചെയിൻ അല്ലാതെയൊക്കെ വരുന്ന കാലം. ഫർണിച്ചർ ഷോപ്പുകാരും ജ്വല്ലറിക്കാരും പല മോഡലിലും ബിസിനസ്സുകൾ നടത്തുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ഫിഖ് പഠിക്കാത്തവരും മുറി അര മൗലാമാരുമെല്ലാം അതിൽ പെടുമ്പോൾ നമ്മൾ അതിൽ പെടരുത് എന്നൊരു നിർബന്ധം നമുക്കുണ്ടാവണം. പ്രത്യേകിച്ച് ഏതൊരു ബിസിനസ്സിലും KL 54 90 78 KL 54 90 78 മാർഗ തടസ്സം ശ്രദ്ധിച്ച് ബുദ്ധിമുട്ടാകുന്നുണ്ട്, എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കണം. ഏത് ബിസിനസ്സിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും ഫിഖ് പഠിച്ച, ഫിഖ് അറിയുന്ന ഒരു ആലിമിനെ സമീപിച്ചിട്ടല്ലാതെ സാധാരണക്കാരായ നമ്മെപ്പോലുള്ളവർ അതിൽ ഇടപെടരുത്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. അറിവാക്കന്മാരോട്, അറിവാളന്മാരോട് ചോദിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദബ് എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും ഓൺലൈൻ ചാനലും ഉണ്ട്. ബേക്കിൽ ഒരു കിതാബ് വെച്ചിരിക്കുന്ന ഷെൽഫും ഓൺലൈൻ ചാനലും ഉണ്ടെങ്കിൽ അയാൾ ആലിമാണ് എന്ന് വിചാരിക്കുന്ന കാലത്ത് മുല്ല അലിയുൽ ഖാരി തങ്ങൾ പറയുന്നുണ്ട്, ഫൽ ആലിമു ഇൻദൽ അവാമി മൻ സ്വഇദൽ മിമ്പർ. സ്റ്റേജുമ്പോൾ കയറിയ എല്ലാവരും ആലിമീങ്ങളാണ് എന്ന് വിചാരിക്കൽ സാധാരണക്കാരാണ്. അതിൻ്റെ പുതിയ കാല ഷറഹ് എന്താണ് എന്ന് ചോദിച്ചാൽ സബ്സ്ക്രിപ്ഷനും വ്യൂവേഴ്സും കൂടുതലുള്ളവരെല്ലാം വലിയ ആലിമീങ്ങളായി വിചാരിക്കരുത്. ഫിഖ് ആണ് ഏറ്റവും പ്രധാനം. ഫിഖ് അറിയണം. അത്യാദി ഫിഖിനെ ഡീപ്പായി പഠിച്ച ആൾക്കാരെ സമീപിച്ച് അന്വേഷിച്ചിട്ടല്ലാതെ ഒരു ബിസിനസ്സിലും നമ്മൾ ഏർപ്പെടരുത്. പ്രത്യേകിച്ച് കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. കടം കൊടുത്തിട്ട് ലാഭം തിരിച്ചു കിട്ടുന്ന ഏത് ഏർപ്പാടും പലിശയാണ് ഇസ്ലാമിൽ, ഫിഖിൽ. അത് നമ്മൾ അറിയണം. ഇപ്പോഴേ പണം അടച്ചാൽ പിന്നീട് പണിക്കൂലി ഇല്ലാതെ, അല്ലെങ്കിൽ ഇന്നാലിന്ന ലാഭത്തോടു കൂടി, അല്ലെങ്കിൽ അന്ന് റേറ്റ് കൂടിയാലും കുറഞ്ഞാലും കുറഞ്ഞ വിലക്ക്, ഇങ്ങനെ പല ബിസിനസ്സുകളും വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സംഖ്യ ഹദിയ അല്ല, ഡൊണേഷൻ അല്ല, കടമാണ്. കടം കൊടുത്തിട്ട് ലാഭം വാങ്ങുന്ന ഏത് ഏർപ്പാടും പലിശയാണ് എന്ന സിദ്ധാന്തം, എന്ന തിയറിയെങ്കിലും നമ്മൾ പഠിക്കണം. മഹാനായ സയ്യിദുന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തു. കടം തിരിച്ചടക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അയാളുടെ വീട്ടിൻ്റെ സമീപത്തെത്തി. മുറ്റത്ത് നിന്നിട്ട് അയാളെ വിളിച്ചു. അപ്പം അയാൾ ഡോറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, കടം തിരിച്ചടക്കാനുള്ള ഡേറ്റ് ആയതുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ? അതെ, അത് ഞാൻ അടക്കും, ഇപ്പോൾ തന്നെ വേണമെങ്കിൽ തരാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെന്ത് ഈ വെയിലത്ത് മുറ്റത്ത് നിൽക്കണത്? ഒരു അന്യനെ പോലെ കയറൂ. വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ തണലിൽ നിൽക്കൂ. അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ പ്രതികരണം, വേണ്ട. എന്തേന്ന് വെച്ചു, ഞാൻ നിങ്ങൾക്ക് തന്ന പണം നിങ്ങൾ എനിക്ക് തിരികെ തരും, അത് മതി. ഉദാഹരണം 10,000 ദിർഹമാണെങ്കിൽ 10,000 ദിർഹം എനിക്ക് തിരിച്ചു തരും, അത് മതി. അതിൻ്റെ കൂടെ നിങ്ങളുടെ വീടിൻ്റെ തണൽ കൂടി ഞാൻ അനുഭവിച്ചാൽ 10,000 പ്ലസ് തണൽ ഇങ്ങോട്ട് കിട്ടുമല്ലോ, അത് പലിശയാവോ എന്നൊരു പേടിയുണ്ട്, ഞാൻ ഇവിടെ നിന്നോളാം. ഈ അബൂ ഹനീഫ തങ്ങളുടെ മുമ്പിലേക്ക് നമ്മളൊക്കെ മഹ്ശറിൽ പോകേണ്ടത്. കൗലും ഖീലും ഒക്കെ പിടിച്ച് ന്യായാന്യായങ്ങളിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കുറെ കൂടി സാമ്പത്തിക വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കലാണ് ഒരു അബ്ദുള്ള എന്ന നിലയിൽ, അള്ളാഹുവിൻ്റെ അടിമ എന്ന നിലയിൽ നല്ലതെന്ന് ഇമാം ഷഹറാനി റഹിമഹുള്ളയുടെ അൽ അൻവാറുൽ ഖുദ്സിയ ഫി ആദാബിൽ ഉബൂദിയ എന്ന ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പലിശയുമായി ഒരു ബന്ധവും നമുക്ക് ഉണ്ടാവാനേ പാടില്ല. പ്രത്യേകിച്ച് അത്യാദി പണം കൊണ്ട് സമ്പാദിക്കുന്ന ഏത് കാര്യത്തിലും
ബറക്കത്തുണ്ടാവില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സമ്പാദിച്ച പണം കൊണ്ട് നമ്മൾ മക്കളെ വളർത്തിയാൽ ആ മക്കൾ സ്വാലിഹീങ്ങളാവില്ല, ആ തലമുറ നന്നായി കിട്ടൂല. അത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ പറഞ്ഞു, മക്കൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലാവുക എന്നുള്ളതാണ്. ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോക്കല്ല പരിഹാരം. ആത്മീയമായ പരിഹാരം എന്ന് പറയുന്നത് മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് പ്യുർ ഹലാലായിരിക്കണം. അതാണ് ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ പറഞ്ഞത്. ഒരാൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യക്ക് കൊടുക്കുന്ന മഹറും പിന്നീട് ഭാര്യക്ക് കൊടുക്കുന്ന ചെലവിൻ്റെ പണവും പ്യുർ ഹലാലാണെങ്കിൽ ആ ദമ്പതിമാർക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളാവും. അല്ലാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. മതവിരുദ്ധത എടുത്ത ആൾക്കാർ തന്നെ യുക്തിവാദികളാവുന്ന കാലത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്താലും നിയന്ത്രിക്കുന്ന റബ്ബ് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ മക്കൾ നന്നാവില്ല. നൂഹ് നബീൻ്റെ മോന് കനാൻ ഈമാൻ രണ്ടാളും മരിച്ച ആളല്ലേ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലങ്ങൾ ഓർത്തോക്കി. 13-ാം വയസ്സിൽ പൊട്ടക്കിണറ്റിൽ, കുറച്ച് കഴിഞ്ഞിട്ട് സലീഖയുടെ പല ശല്യത്തിലും, പിന്നെ കള്ളന്മാരും കൊള്ളക്കാരുള്ള ജയിലിൽ. എന്നിട്ട് ഇപ്പം എന്താ പ്രശ്നം? യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എന്തായത്? എന്താ പ്രശ്നം ഉണ്ടായിരുന്നോ? യൂസുഫ് അസ്സിദ്ദീഖ് അലൈഹിസ്സലാത്തു വസ്സലാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും NIT-ലും പഠിച്ചു എന്ന് വിചാരിച്ച് മോശമാവൊന്നും ചെയ്യില്ല. പള്ളി ദർസിൽ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ നന്നായിക്കൊള്ളണമെന്നില്ല. അള്ളാഹ് ഏറ്റെടുക്കണം. അത് ഇബ്നു ഹജർ തങ്ങൾ സവാജിറിൽ പറയുന്നുണ്ട്. അള്ളാഹ് ഏറ്റെടുത്തിട്ടു. അള്ളാഹ് ഏറ്റെടുത്ത് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് പ്യുർ ഹലാലായിരിക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാം കടന്നു വന്ന സാഹചര്യം എന്തെല്ലാം മോശം സാഹചര്യങ്ങളായിരുന്നു. ലോകത്ത് സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ല. അർശിന്റെ തണല് കിട്ടുന്ന 7 കാര്യങ്ങളുണ്ട്. ഒരു ഹദീസിൽ പറഞ്ഞ 7 കാര്യം. അർശിന്റെ തണല് കിട്ടുന്ന 7 കാര്യം മാത്രമേ ഉള്ളൂ എന്നല്ല, 100 കണക്കിന് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സുയൂത്തി ഇമാമിന് 2 കിതാബുണ്ട്, സഹാബ് ഇമാമിന് കിതാബുണ്ട്, പല അയിമ്മത്തിലുണ്ട്. പക്ഷെ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ, ഇമാമുൻ ആദിൽ, ഷാബുൻ നശാഫി ഇബാദത്തില്ല, ഈ പറഞ്ഞ 7 കാര്യങ്ങളും മേളിച്ച ഒരാളാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. ഇമാമുൻ ആദിൽ, ഈജിപ്തിലെ ഏറ്റവും നല്ല ധനമന്ത്രി. ഷാബുൻ നശാഫി ഇബാദത്തില്ല, യുവത്വം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചയാൾ. ബാക്കി 5 ആളും 5 കാര്യങ്ങളും ചരിത്രത്തിൽ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഖാവി ഒരു കിതാബിനെ എഴുതിയിട്ടുണ്ട്. അൽ ഖൗലു നാഫി ഫി ബിനാഇൽ മസ്ജിദ് വൽ ജാമിഅ എന്നാണ് ആ കിതാബിൻ്റെ പേര്. പറഞ്ഞു വരുന്നത്, പലിശയുമായി നമുക്ക് ഇടപാടുണ്ടെങ്കിൽ നമ്മുടെ ആഖിബത്ത് ചീത്തയാവാനുള്ള സാധ്യത ഏറെയാണ്.